നിങ്ങളൊരു സഞ്ജു സാംസൺ ഫാനാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കുക. 200 ലൈക്കിന് ടാർഗറ്റ്. സോ എല്ലാവരും അതിലേക്ക് എത്തിക്കുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, രാജസ്ഥാൻ റോയൽസ് ഇപ്രാവശ്യം ഏതാണ്ട് 6 താരത്തെ നിലനിർത്തിയിരുന്നു. അവർക്ക് ഉറപ്പായിട്ടും നിലനിർത്തേണ്ട ഒരു താരമായിരുന്നു ജോസ് ബട്ട്ലർ. പക്ഷേ അദ്ദേഹത്തിന് ഹൈ പ്രൈസ് ആയതുകൊണ്ട് തന്നെ അവർക്ക് നിലനിർത്താൻ സാധിച്ചില്ല. എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ സഞ്ജു സാംസൺ ഇപ്പോൾ പ്രതികരിച്ചിരിക്കുകയാണ്. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്, അതായത് IPL ഈ ഒരു റൂൾ മാറണം. കാരണം ഞങ്ങൾ ഇത്രയും നാൾ ഒരുമിച്ച് കളിച്ച് ഞങ്ങളൊരു ഫാമിലി പോലെ നിൽക്കുകയാണ്, നല്ലൊരു ടീം പോലെ സെറ്റായിട്ട് നിൽക്കുന്നതാണ്. അപ്പോഴാണ് IPL ഈ ഒരു റൂൾ വരുന്നത്, അതായത് 6 പ്ലേയേഴ്സിന് മാത്രമേ റീറ്റെയിൻ ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന്. ഈ ഒരു റൂൾ മാറണമെന്നാണ് സഞ്ജു സാംസൺ പറയുന്നത്. അതുപോലെ തന്നെ അദ്ദേഹം ഒരു കാര്യം കൂടി പറയുന്നുണ്ട്, അതായത് താൻ ഇംഗ്ലണ്ടുമായിട്ടുള്ള മാച്ചിൻ്റെ ഇടയ്ക്ക് ഹോട്ടലിൽ വെച്ച് ഞാൻ ജോസ് ബട്ട്ലറിനെ കണ്ടപ്പോൾ ഇപ്പോഴും ജോസ് ബട്ട്ലറിന് അത് അക്സെപ്റ്റ് ചെയ്യാൻ സാധിച്ചില്ല. അതായത് ടീമിൽ നിന്ന് പുറത്തേക്ക് പോയ കാര്യം ജോസ് ബട്ട്ലറിന് അക്സെപ്റ്റ് ചെയ്യാൻ സാധിച്ചില്ല. അദ്ദേഹത്തിന് രാജസ്ഥാൻ റോയൽസിൽ തന്നെ തുടരണം എന്നായിരുന്നു സഞ്ജു സാംസണോട് ജോസ് ബട്ട്ലർ പറഞ്ഞെന്ന് സഞ്ജു പറയുന്നുണ്ട്. സോ എന്തായാലും നമുക്കറിയാം, ഒരു ഇമോഷണൽ കണക്ഷൻ ഉണ്ടായിരുന്നു സഞ്ജു സാംസൺ ജോസ് ബട്ട്ലർ ആ ഒരു രാജസ്ഥാൻ ടീം. കാരണം രാജസ്ഥാൻ്റെ ഏറ്റവും മികച്ച ടീമായിരുന്നു. ആദ്യത്തെ സീസണിൽ കപ്പൊഴിച്ച ടീം ഒഴിച്ച് ബാക്കി നിർത്തി കഴിഞ്ഞ 3 വർഷം ഏറ്റവും മികച്ചൊരു ടീമായിരുന്നു. IPL ട്രോഫിക്ക് കോമ്പീറ്റ് ചെയ്യാൻ പറ്റിയൊരു ബെസ്റ്റ് ടീമായിരുന്നു രാജസ്ഥാൻ്റെ. ബട്ട് ഈ ഒരു സീസണിലേക്ക് അത് വീണ്ടും ആ ഒരു പഴയ ലെവൽ ഓഫ് ടീമിലേക്ക് പോയിരിക്കുകയാണ്. എന്തായാലും ഇതിനെക്കുറിച്ചൊക്കെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ പറയാം. ഇതിൽ കാണുന്നവരെ ഗുഡ് ബൈ.